ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു കേക്കാണ് ഇന്ന് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതെല്ലാവരും കണ്ടോളൂ. 4 മുട്ട, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒന്ന് മിക്സായി കഴിയണ വരെ. അത് കഴിയുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതൊരു ഏകദേശം 3/4 കപ്പോളം ഉണ്ട് പൊടി. പഞ്ചസാര 1/2 കപ്പാണ് എടുത്തത്. ആ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പഞ്ചസാര ഇതുപോലെ ഒരു അരിപ്പേ കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദയാണ്, 240 ml കപ്പാണിത്. അതിലൊരു കപ്പ് മൈദ അരിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് പിടിച്ചിട്ട് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നിങ്ങൾ എന്തോ എടുക്കാൻ കൊണ്ടേ നമ്മുടെ വാനില എസൻസ് അന്നത് വേണ്ട, അതിൽ വെള്ളമായില്ലേ ഓൾറെഡി. വേണ്ട, 1/2 സ്പൂൺ 2 പ്രാവശ്യം ഇടാം. കാരണം കുഴപ്പമില്ല, അതിന് മുകളിലിടാം. കുഴപ്പമില്ല, കൂടാനുള്ളതല്ല. എല്ലാം കൂടി കൂട്ടാനുള്ളതാ, മിക്സ് ചെയ്യാനുള്ളതാ. മിക്സിങ് എന്റെ പണി കേട്ടോ. പിന്നെ ക്രീം തേക്കല് എന്റെ പണി, എല്ലാം എന്റെ പണി. അത് ഉപ്പ് കാൽ കപ്പ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. സ്പീഡില് ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ട് ചെയ്യാണെങ്കിൽ അമ്മ ഒരു സ്പീഡിലല്ലേ ചെയ്തേ? 1 ലിറ്ററിൽ ചെയ്യാൻ പറയണേ. 1 ലിറ്ററിൽ അത് കാണിച്ചു. തിരിച്ചാക്കല്ലേ, ഇങ്ങനെ ഫോൾഡിങ് ആവണേ. ഒരു സൈഡിലേക്ക് മാത്രം ആക്കാൻ പാടില്ല, ഉൾട്ടാക്കാൻ പാടില്ല. അമ്മ ഫോൾഡിങ് പറയുന്നത് അമ്മ മടക്ക് മടക്ക് പോലെ ചെയ്യണം. മറ്റേ സൈഡിലേക്ക് ആക്കാൻ പാടൂ, തിരിച്ചാക്കാൻ പാടൂ. ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചാ ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്കാൻ പാടൂ. അമ്മ ഇവിടെ നിന്ന് അങ്ങോട്ടാക്കി, അവിടെ നിന്ന് ഇങ്ങോട്ടാക്കാൻ പാടൂ. അതാ പറഞ്ഞ തിരിച്ചാക്കാൻ പാടൂന്ന്. ഈ കുട്ടി ആക്കി, അതുകൊണ്ടാ ചോദിച്ചേ. എന്താ വെച്ചാൽ ഉള്ള എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ പോകാണ്ടിരിക്കാനല്ലേ ഫോൾഡ് ചെയ്യണമെന്ന് പറയണം ഒരു ഡയറക്ഷനില്. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നടുവൊന്ന് മുറിക്കുക ചെയ്തിരിക്കും അല്ലേ. ഇങ്ങനെ തിരിച്ചിട്ട് നടുക്കൂടെ വരയും, പിന്നെ തിരിച്ചിട്ട് ഇങ്ങനെ നടുക്കൂടെ വരും. കട്ട് ആൻഡ് ഫോൾഡ് ആണത്. ഇങ്ങനെയൊക്കെ നടുക്കൂടെ മുറിക്കുക. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കും, എന്നിട്ട് മുറിച്ച് അങ്ങനെ. ഇങ്ങനെയാണ് കട്ട് ആൻഡ് ഫോൾഡ്. ആ സാധനം തന്നെ ചെയ്തോളോ. അമ്മക്കെന്നെ പറ്റണില്ലേ? അമ്മക്കെന്നെ പേടിയാ.
അല്ലല്ല അത് വ്യത്യാസമല്ല. അത് ഭയങ്കര ഇതമ്മ എന്താ ഇതെങ്ങനെയാ മുറിക്കുക? വെറുതെ മുറിച്ചിട്ട് വെച്ചാൽ മതി അതല്ലേ? ഇനിയെന്താ വെള്ളമില്ലേ ഇതിലേക്ക് വെച്ചാൽ മതിയോ? അതമ്മ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പറയോ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതൊത്തൊന്നും അടിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാലും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു ഞാൻ. മൈക്രോവേവിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. 170 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് വെക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ കൂട്ട് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബേക്കിംഗ് ടിന്നിൽ നെയ്യൊക്കെ തേച്ചതിൽ ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. എന്ത് എയർ ബബിൾ മുകളിലൊന്ന് പൊട്ടണുണ്ടോ? ഇനി മടക്കിക്കേ. പാത്രം സൗണ്ട് കണ്ടിരിക്കല്ലട പറഞ്ഞില്ല. 10 മിനിറ്റ് പ്രീ ഹീറ്റായി കഴിഞ്ഞു. ഇത് 30 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ആയോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് കുത്തി തട്ടൊന്നും വേണ്ട, പൊക്കോ എടുക്കോ. അടിപൊളി കണ്ണാ ചൂടുണ്ടാവട്ടെ കണ്ണാ, സൂക്ഷിച്ചെടുക്കും. ചൂടുണ്ടാവും കുട്ടിക്ക്. എടുക്കോ ഈ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുക്കും. ഇപ്രാവശ്യം മോളുടെ ബർത്ത്ഡേക്ക് അച്ഛമ്മ കേക്ക് ഉണ്ടാക്കും കേട്ടോ. താഴ്ത്തിടല്ലേ കണ്ണോ, പ്ലേറ്റ് താഴ്ത്തി. അങ്ങോട്ട് വലിക്കും. ഈ സാധനം വലിച്ചാൽ മതി, പാത്രം തിരിക്കണ്ട. സ്പോഞ്ച് കേക്ക് കണ്ടോ. നൂല് പൊട്ടുന്ന എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ടൈറ്റ് ആക്കണ്ട. അതെനിക്ക് പേടിയാ. നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെയല്ലല്ലോ ചെയ്യാ, രണ്ടാക്കുന്ന പിടിച്ചിട്ട് ഇങ്ങനെയല്ലോ ചെയ്യാ.
സ്പോഞ്ച കണ്ടു അങ്ങനെ വേണ്ട 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 വിടും വെറുതെ ജസ്റ്റ് ഒരു ഇത് മുറിക്കണ്ട അതോടെ ഇങ്ങോട്ട് അതെ എന്റെ അഭിപ്രായം നമ്മൾ 4 ആഴ്ച ചെയ്ത കാര്യം നടന്നില്ല. വലിയ കത്തിയാണല്ലോ അങ്ങനെയൊന്നും അല്ല കാരണം അതുകൊണ്ട് മുറിക്കേണ്ടത് നല്ല അത്യാവശ്യം ആ അങ്ങനെ മുറിച്ചാൽ മതി അത് മുറിക്കേണ്ട ആവശ്യം എന്താ ഞാനത് ചോദിക്കാം ഭയങ്കര നല്ല വലിയ കത്തിട്ടാ. എന്തൊക്കെ ഞാൻ വലിയ കത്തിയിരിക്കണല്ലോ ശരിക്കും സത്യം നല്ല വലിയ കത്തി. വിടൂ. അങ്ങനെ നമ്മളുണ്ടാക്കി കഴിക്കുക നമ്മുടെ വീട് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യും. അതിന് ഈ ചെറിയ കത്തി വിലയാണ് എത്ര കത്തിണ്ട് വീട്ടില്? ഞാൻ ഈ വേൾഡ് കല്ല ചോദിക്കണേ, ഈ വീട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടിൽ തന്നെ തോന്നുന്നുണ്ട് കാക്ക ചിക്കി വരുത്തി നമ്മൾ മറച്ചേക്കുമല്ലോ കാക്ക. എന്താ വലിയ കത്തിരിക്കത്തായിരുന്നു ഞങ്ങൾക്ക് ഇത് പരിചയമില്ലാത്ത കാരണം ഞങ്ങള് അല്ല എന്താ വലിയ കത്തിരിക്കാൻ അതൊന്നും മനസ്സിലായില്ല ഉണ്ടായി കുഴപ്പമില്ല. മതി നമുക്ക് തിരിച്ചു ഞങ്ങളിത് കാണാണ്ടിരിക്കാൻ സ്വാദുണ്ടല്ലോ, സ്വാദുണ്ട്, സ്വാദുണ്ട്. അതുണ്ടാക്കി തന്നെ നമ്മള് രണ്ടുപേരും കൂടെ ഇതിനെ മുറിക്കാനൊരു കത്തി വേണം അതാണ് പ്രശ്നം അത് ഈ വീട്ടിൽ എത്ര കത്തിണ്ട്? ഇതുകൊണ്ട് എന്താ ഇങ്ങനെ പിടിച്ചേക്കണേ അങ്ങോട്ട് പിടിക്കുവോ എന്ത് 90 ഡിഗ്രി പിടിച്ചേക്കണേ അവിടെ പിടിക്കാം അവിടെ ഞാൻ എവിടെ ഏത് ലെവലിലായിരിക്കണേ കുട്ടി ഏത് ലെവലിക്കാൻ പോണേ പിന്നെ അങ്ങോട്ട് പോയി 90 ഡിഗ്രി കുട്ടി ഒന്നും ചെയ്യണ്ട കുട്ടി പിടിച്ചോളാം മുറിച്ചോളാം. ഓപ്പറേഷൻ സക്സസ്. അത് ആ പ്ലേറ്റ് മാറ്റി. നിങ്ങള് കത്തിയാണോ? അല്ല വെയിറ്റ് ഈ കഷ്ണം പൊട്ടാൻ പാടില്ല എടുത്ത് പൊക്കുമ്പോ ഇതാണ് പൊട്ടുക ആയിക്കോട്ടെ. ആയിക്കോട്ടെ പക്ഷെ അടിയിലത്തെ കഷ്ണം പൊട്ടിയാലും വിഷയം നമുക്ക് പതുക്കെ അത് അടി കൂടെ എടുക്കണം. എന്നിട്ട് ഉൾട്ടിടണേ വേറെ കൈ മാറ്റൂ ചൂടുണ്ടല്ലേ ആ പിന്നെ അല്ലാണ്ട് നടുവാൻ ചൂടുണ്ടാവില്ലേ ഇനി നമ്മൾ ക്രീം തേക്കുന്നതായിരിക്കും, പഞ്ചസാര പാനി ഒഴിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ കേക്കിനെ 2 ലെയറായി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് പഞ്ചസാര പാനി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ഉണ്ടാക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞങ്ങൾ ഇവിടെ പൗഡർ വാങ്ങിച്ചിട്ട് അതിലെഴുതിയിട്ടുള്ള പോലെ ഞങ്ങൾ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീമാണ്. എത്ര ക്രീം! പനിവെള്ളം ഒഴിച്ചത് ഏതല്ല? പനിവെള്ളം എനിക്ക് തേക്കണം. ഞാൻ തേച്ചോട്ടെ. കാണുന്നുണ്ടോ വീഡിയോയില്? Yes. We can't see. We can't see. We can't see എന്നല്ല. We can't see. Can't see. അമ്മ ഇങ്ങോട്ട് നീങ്ങിയില്ലേ? കാണാല്ലേ അവർക്ക്? അല്ല അത് കറക്റ്റ് ആയിട്ടിരിക്കണല്ലേ? ആ ക്രീമും നമുക്ക് പോയി നോക്കിക്കോട്ടെ. ശരിയല്ലേ അവിടെ? Yes. അത് കുഴപ്പമില്ല. Two layer. വീഡിയോ ഓണാണോ? അല്ല പറഞ്ഞു മടുത്തിട്ടല്ല. വെള്ളം
നല്ലതല്ലേ, ഇറങ്ങി പോകില്ലേ. മറ്റേ ഇത് തിക്കല്ലേ നമ്മള് സോസ് ഒഴിക്കാറുള്ളത്. പൈപ്പിംഗ് ബാഗ് റെഡിക്കുന്നു. ഞാൻ തിരിച്ചുതരാം. ഞാൻ തിരിച്ചുതരാം. അങ്ങനെ ഞാൻ തിരിക്കാം. അമ്മയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് ഓക്കെ, നമ്മൾ ക്രീമൊക്കെ തേച്ച് ഫിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 5 കിലോ നമ്മളിത് വെതർത്താൻ പോവാണ്. വെതർത്താനല്ല, കുറച്ച് മറ്റേതും വെതർത്തുണ്ട്. അപ്പൊ നമ്മളെല്ലാം വെതറുന്നുണ്ട്. ഈ ഭാഗം ഇത് ചെറിയ ഓട്ടം ഉണ്ടോ? അതല്ലേ വേറെ സാധനം ഇടാൻ. ഇത് ഇവിടെ ഉണ്ട്. 2 സ്ഥലം 3 4 ഞാൻ ഇത് മണിമണിയായുണ്ട്. എത്ര മണി? ഓക്കെ, മതി അത് അത്ര മതി. നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ അമ്മേ. സ്വാദിക്കില്ലേ? മതി ഇത്ര കുറച്ചാ? സൈഡിലിടാനാണ്. സൈഡിലോ? ഈ സൈഡിലോ? കഴിക്കില്ലടാ. കഴിക്കും. ഹാപ്പി ബർത്ത്ഡേ അമ്മായി. ഹാപ്പി ബർത്ത്ഡേ. അമ്മായിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് അടുത്തൊരു കുട്ടി വേണം. ആ പ്ലേറ്റ് അമ്മായിക്ക് വേണ്ടിട്ട് അച്ഛമ്മ കുട്ടിക്ക് കേക്ക് തരും. അമ്മായിയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്താ എങ്ങനെയുണ്ട് കേക്ക്?